ശ്യാം അവിടെ തന്നെ നിന്നിരുന്നു. ആദ്യമായി അവളുടെ മുഖത്ത് വന്ന പുഞ്ചിരിക്ക് ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണത്തിന്റെ പേര് ഇപ്പോഴും പ്രണയമായിരുന്നില്ല, പക്ഷേ പ്രണയം എത്തിച്ചേരുന്ന വഴിയിലൂടെ തുടക്കമായിരുന്നു അത്. യൂണിറ്റ് ടെസ്റ്റിന്റെ ഫലം വന്ന ദിവസം ക്ലാസ്സിൽ പതിവിലുമധികം നിശബ്ദത. അനന്യ അധ്യാപിക മാർക്ക് ലിസ്റ്റ് കൈമാറി. അവൾ പേപ്പർ വാങ്ങി നോക്കി. മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ആ വിഷയത്തിൽ അവൾ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക്. മാളവിക അടുത്തേക്ക് വന്നു. എത്ര കിട്ടി? അനന്യ പേപ്പർ മടക്കി ബാഗിൽ വെച്ചു. കുഴപ്പമില്ല, കാണിക്കടി. വേണ്ട. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോലും അവൾ പോയില്ല. പഴയ ആൽമരത്തിന്റെ ചുവട്ടിലെ ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്നു. കയ്യിൽ മാർക്ക് ലിസ്റ്റ്. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരാൾ പതുക്കെ അടുത്ത് വന്നിരുന്നത്. ശ്യാം. മാളവിക പറഞ്ഞു. അനന്യ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. നീ കരഞ്ഞോ? ഇല്ല, ഞാൻ കരഞ്ഞിട്ടില്ല. ശ്യാം ചെറുതായി ചിരിച്ചു. അത് തെളിയിക്കേണ്ട ആവശ്യമില്ല, മോൻ നോക്കിയാൽ അറിയാം. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടിയില്ല. പിന്നെ ശ്യാം ചോദിച്ചു, ഇതാണോ നിന്റെ ജീവിതത്തിലെ ആദ്യ തോൽവി? അതെ. അതുകൊണ്ടാണോ ഇത്ര വിഷമം? അനന്യ തല കുനിച്ചു. ഞാൻ ഇപ്പോഴും നന്നായി പഠിക്കുന്ന ആളാണ്, അതിനാലാണ് ഈ മാർക്ക് സഹിക്കാൻ പറ്റാത്തത്. ശ്യാം നിലത്ത് വീണിരുന്ന ഒരു ഉണങ്ങിയ ഇല എടുത്തു. ഇത് നോക്ക്. എന്ത്? ഈ ഇല മരത്തിൽ നിന്ന് വീണു. അതെ. അത് മരത്തിന്റെ അവസാനമാണോ? അല്ല. അപ്പോൾ ഒരു പരീക്ഷയിലെ തോൽവി? അവൻ ഈ ഇല കാറ്റിലേക്ക് വിട്ടു. നിന്റെ ജീവിതത്തിന്റെ അവസാനമാകുമോ? അനന്യ അവനെ നോക്കി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. ശ്യാം എഴുന്നേറ്റു. ഒരു ദിവസം ഈ മാർക്ക് നോക്കി നീ തന്നെ ചിരിക്കും. നിങ്ങൾക്ക് അത്ര ഉറപ്പാണോ? അവൻ പുഞ്ചിരിച്ചു. ഉറപ്പാണ്. എന്തുകൊണ്ട്? കാരണം അവൻ ഒരു നിമിഷം നിന്നു. തോൽക്കുമെന്ന പേടിയുള്ളവർ സാധാരണ തോൽക്കാറില്ല. അനന്യയുടെ മുഖത്ത് വീണ്ടും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അത് മാർക്ക് കിട്ടിയതുകൊണ്ടല്ല, ശ്യാം അവളെ വിശ്വസിച്ചതുകൊണ്ടായിരുന്നു. ശ്യാം നടന്ന് അകന്നുപോയി. അനന്യയുടെ കയ്യിൽ ഇപ്പോഴും മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇനി അത്ര ഭാരമുള്ളതായി തോന്നിയില്ല. യൂണിറ്റ് ടെസ്റ്റിന് ശേഷം കോളേജ് പതിവ് പോലെ സജീവമായി. ക്ലാസ്സിൽ ചിരിയും കളിയും വീണ്ടും തുടങ്ങി. പക്ഷേ അനന്യയ്ക്ക് ഒരു ചെറിയ മാറ്റം വന്നു. അവൾ കൂടുതൽ സമയം ലൈബ്രറിയിൽ ചിലവഴിക്കാൻ തുടങ്ങി. ഒരു വൈകുന്നേരം ലൈബ്രറിയിൽ നിന്നിറങ്ങിയ അനന്യ ബാഗ് തുറന്നു നോക്കി. മുഖം പെട്ടെന്ന് മാറി. അയ്യോ, എന്താ? ലൈബ്രറിയൻ ചോദിച്ചു. എൻ്റെ പേഴ്സ്. അവൾ വീണ്ടും ബാഗ് മുഴുവൻ പരിശോധിച്ചു. കാണുന്നില്ല. അതിനുള്ളിലായിരുന്നു ബസ് കൂലിയും വീട്ടിലേക്ക് വാങ്ങേണ്ട മരുന്നിൻ്റെ പണവും. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. എവിടെയെങ്കിലും വീണിട്ടുണ്ടാകുമോ? അറിയില്ല സാർ. അവൾ വന്ന വഴിയെല്ലാം തിരഞ്ഞു. ക്ലാസ്, വരാന്ത, ക്യാൻറ്റീൻ, എവിടെയുമില്ല. മാളവികയും ഒപ്പം തിരഞ്ഞു. കിട്ടിയില്ലല്ലോ. അനന്യയുടെ ശബ്ദമിടറി. അമ്മയുടെ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം. മാളവിക ഒന്നും പറയാനാകാതെ നിന്നു. അപ്പോഴാണ് ശ്യാം അവിടേക്ക് വന്നത്. എന്താ പ്രശ്നം മാളവിക? മാളവിക എല്ലാം പറഞ്ഞു. ശ്യാം ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ ഇവിടെ നോക്കൂ. അത്രമാത്രം പറഞ്ഞ് അവൻ നടന്നു. 15 മിനിറ്റ് കഴിഞ്ഞു. ശ്യാമിനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? മാളവിക ചോദിച്ചു. അനന്യയ്ക്കും അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്യാം തിരികെ വന്നു. കയ്യിൽ ഒരു ചെറിയ തവിട്ട് നിറമുള്ള പേഴ്സ്. ഇതാണോ? അനന്യയുടെ കണ്ണുകൾ വിടർന്നു. അതെ. അവൾ പെട്ടെന്ന് അത് വാങ്ങി തുറന്നു. പണം, ID കാർഡ് ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. എവിടെ നിന്നാണ് കിട്ടിയത് ഇത്? ക്യാൻറ്റീനിൻ്റെ പിന്നിലെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന്. അനന്യയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവിടെയെല്ലാം നോക്കിയതാണല്ലോ. ശ്യാം ചിരിച്ചു. ചിലപ്പോൾ താഴേക്കൊക്കെ ഒന്ന് കുനിഞ്ഞു നോക്കണം. അവൾ പേഴ്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നന്ദി. ഇത്ര വലിയ നന്ദിയൊന്നും വേണ്ട. നിങ്ങളില്ലായിരുന്നെങ്കിൽ. ഞാനല്ല, അവൻ പതുക്കെ പറഞ്ഞു. കിട്ടേണ്ടത് നിനക്കുള്ളതായിരുന്നു, അതുകൊണ്ട് കിട്ടി. അനന്യ കുറച്ചു നേരം അവനെ നോക്കി നിന്നു. അന്ന് വീട്ടിലേക്ക് പോകുന്ന ബസ്സിൽ അവൾ പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറിയ പേപ്പർ കണ്ടു. അതിൽ ഒരു വിചിത്രമായ വരി. വിലയുള്ളത് പണമല്ല, അത് നഷ്ടപ്പെടുമ്പോൾ വിഷമിക്കുന്ന മനസ്സാണ്. അത് ആരാണ് എഴുതിയതെന്ന് അവൾക്കറിയില്ല. പക്ഷേ ആ കൈയക്ഷരം അവൾക്ക് പരിചിതമായി തോന്നി. ജനലിന് പുറത്തേക്ക് മഴത്തുള്ളികൾ പതിയുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു പുതിയ ചോദ്യം പറഞ്ഞു. ശ്യാം ശരിക്കും ആരാണ്? അടുത്ത ദിവസം രാവിലെ അനന്യ പതിവിലും നേരത്തെ കോളേജിലെത്തി. ഒരു കാര്യം മാത്രം ചെയ്യാനായിരുന്നു. ശ്യാമിനെ കണ്ടാൽ ആ ചെറിയ കുറിപ്പിനെ കുറിച്ച് ചോദിക്കണം. അവൾ ലൈബ്രറിയിലേക്ക് നടന്നു. ഇല്ല,
ക്യാൻറ്റീനിലേക്ക് നോക്കി. അവിടെയും ഇല്ല. ക്യാമ്പസിലൂടെ നടക്കുമ്പോഴാണ് കോളേജിന്റെ പിന്നിലെ പഴയ കെട്ടിടത്തിനരികിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നത് കണ്ടത്. അവർക്കിടയിൽ ശ്യാമും ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ ചോദ്യം മനസ്സിലാകുന്നില്ല. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയുള്ള ഒരു പയ്യൻ പുസ്തകം നീട്ടിക്കൊടുത്തു. ശ്യാം നിലത്തിരുന്ന് അവന് ഓരോ കാര്യവും പതുക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത് മനപ്പാടമാക്കണ്ട. അവൻ ചിരിച്ചു. ആദ്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കൂ. ആ വാക്ക് അനന്യ എവിടെയോ കേട്ടിട്ടുണ്ട്. അതെ, അവൻ തന്ന പുസ്തകത്തിൽ ആദ്യ പേജിൽ. അവൾ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ക്യാൻറ്റീനിലെ രാഘവേട്ടൻ അവളുടെ അടുത്തേക്ക് വന്നത്. ആരെയാ നോക്കുന്നത് മോളെ? ശ്യാമിനെ. ഓ. രാഘവേട്ടൻ ചിരിച്ചു. എല്ലാ വൈകുന്നേരവും അവൻ ഇവിടെ വരും. എന്തിന്? ഇവിടെയുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായി പഠിപ്പിക്കും. അനന്യ അത്ഭുതത്തോടെ നോക്കി. പണം വാങ്ങില്ലേ? ഇല്ല. എന്തുകൊണ്ടാ രാഘവേട്ട? രാഘവേട്ടൻ ഒരു നിമിഷം ശ്യാമിനെ നോക്കി. അവൻ പറയാറുണ്ട്, എന്നെ ആരോ സൗജന്യമായി പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് ഇനി മറ്റൊരാൾക്ക് കൊടുക്കണം. അനന്യയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവൾക്ക് ആദ്യമായി മനസ്സിലായി, ശ്യാമിനെ വലിയവനാക്കിയത് അവൻ്റെ പഠിപ്പോ സംസാരമോ അല്ല, അവൻ്റെ മനസ്സായിരുന്നു. വൈകുന്നേരം കുട്ടികൾ ഓരോരുത്തരായി വീട്ടിലേക്ക് പോയി. ശ്യാം പുസ്തകങ്ങൾ ബാഗിലാക്കി എഴുന്നേറ്റു. തിരിഞ്ഞപ്പോൾ അനന്യയെ കണ്ടു. ആഹാ, എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. വിളിക്കാമായിരുന്നില്ലേ? വേണ്ട. അവൾ പതുക്കെ ചിരിച്ചു. നിങ്ങളെ ഇങ്ങനെ കാണുന്നതാണ് നല്ലത്. ശ്യാം ഒന്നും മനസ്സിലാക്കാതെ നോക്കി. അനന്യ ബാഗിൽ നിന്ന് ആ ചെറിയ പേപ്പർ എടുത്തു. ഇത് എൻ്റെ പേഴ്സിലുണ്ടായിരുന്നത്. ശ്യാം നോക്കി ചിരിച്ചു. അത് ഞാൻ തന്നെയാണ് വെച്ചത്. എന്തിനാണ്? അന്ന് നിന്റെ മുഖത്ത് പണം നഷ്ടപ്പെട്ട വിഷമം മാത്രമല്ല കണ്ടത്. അവൻ പതുക്കെ തുടർന്നു. നിന്നെ കാത്തിരിക്കുന്ന വീട്ടുകാരെക്കുറിച്ചുള്ള പേടിയും കണ്ടു. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നു? ശ്യാം കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നിശബ്ദത കണ്ടവർക്കാണ് മറ്റുള്ളവരുടെ കണ്ണുകൾ വായിക്കാൻ എളുപ്പം. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യ ആദ്യമായി ശ്യാമിനെ നോക്കിയത് ഒരു സുഹൃത്തായിട്ടല്ല, ബഹുമാനത്തോടെ. ആ ബഹുമാനത്തിനുള്ളിൽ അറിയാതെ ഒരു ചെറിയ സ്നേഹവും മുളച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അത് പറയാൻ ഇനിയും സമയമായിരുന്നില്ല. ആഗസ്റ്റ് 12 അനന്യയുടെ ജന്മദിനം. പക്ഷേ അവളുടെ വീട്ടിൽ ജന്മദിനാഘോഷങ്ങൾ എന്നൊരു പതിവില്ല. രാവിലെ അമ്മ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ജന്മദിനാശംസകൾ മോളെ. നന്ദി അമ്മേ. അമ്മ അടുക്കളയിലേക്ക് തിരിഞ്ഞു. അനന്യയും കോളേജിലേക്ക് പുറപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ. ക്ലാസ്സിലേക്ക് കയറിയതും മാളവിക ഉറക്കെ വിളിച്ചു. മുഴുവൻ ക്ലാസ്സും കൈയടിച്ചു. അയ്യോ മതിയടി. അനന്യയ്ക്ക് നാണമായി. മാളവിക ഒരു ചെറിയ ചോക്ലേറ്റ് അവളുടെ കയ്യിൽ വെച്ചു. ഇത് എൻ്റെ വക. താങ്ക് യു. വൈകിട്ട് ട്രീറ്റ് വേണം. എൻ്റെ കയ്യിൽ പണമില്ല. എങ്കിൽ ഒരു ചായ മതി. രണ്ടുപേരും ചിരിച്ചു. വൈകുന്നേരം കോളേജ് വിടാൻ നേരം. അനന്യ ലൈബ്രറിയിൽ നിന്നിറങ്ങി. പുറത്ത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ശ്യാം നിൽക്കുന്നുണ്ടായിരുന്നു. ഹായ്. ഹായ്. ജന്മദിനാശംസകൾ. അനന്യ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മാളവിക. അവൾ എല്ലാവരോടും പറഞ്ഞല്ലോ. രണ്ടുപേരും ചിരിച്ചു. ശ്യാം ബാഗിൽ നിന്ന് ഒരു ചെറിയ പൊതി എടുത്തു. ഇത് എനിക്കോ? അതെ. വേണ്ട. ആദ്യം തുറന്നു നോക്കിയിട്ട് വേണ്ടെന്ന് പറയൂ. അനന്യ പതുക്കെ പൊതി തുറന്നു. അതിനുള്ളിൽ വില കൂടിയ സമ്മാനമൊന്നുമില്ലായിരുന്നു. ഒരു ചെറിയ മര ബുക്ക് മാർക്ക്. അതിൽ കൈകൊണ്ട് കൊത്തിവെച്ച ഒരു വാക്ക്, പ്രതീക്ഷ. അനന്യ അത് കയ്യിലെടുത്തു നോക്കി. ഇത് ഒരു സുഹൃത്ത് ഉണ്ടാക്കി തന്നതാണ്, ശ്യാം പറഞ്ഞു. പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബുക്ക് മാർക്കാണ് ഏറ്റവും നല്ല സമ്മാനമെന്ന് എനിക്ക് തോന്നുന്നു. അനന്യയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഇതാണ് എനിക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും മനോഹരമായ ജന്മദിന സമ്മാനം. ശരിക്കുമോ? അതെ. അവൾ ബുക്ക് മാർക്കിലേക്ക് നോക്കി. ഇതിൽ പണത്തിൻ്റെ വിലയില്ല, പക്ഷേ മനസ്സിൻ്റെ വിലയുണ്ട്. ശ്യാം ഒന്നും പറഞ്ഞില്ല. അവൻ വെറുതെ ചിരിച്ചു. അപ്പോഴേക്കും മാളവിക ഓടി വന്നു. അനു, ബസ് വരാറായി. ദേ വരുന്നു. അനന്യ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാം വിളിച്ചു. അനന്യ. അവൾ തിരിഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടാകുമോ? അനന്യ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഉണ്ടാകും. എന്തുകൊണ്ട്? അവൾ കയ്യിലിരുന്ന ബുക്ക് മാർക്ക് ഒന്നുകൂടെ മുറുകെ പിടിച്ചു. കാരണം ചില സമ്മാനങ്ങൾ നമ്മൾ അലമാരയിൽ സൂക്ഷിക്കില്ല, ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. അവൾ ബസ്സിലേക്ക് ഓടിക്കയറി. ശ്യാം അവൾ പോകുന്നത് നോക്കി നിന്നു. അവൻ അറിയില്ലായിരുന്നു ആ ചെറിയ ബുക്ക് മാർക്ക് ഒരു നാൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയായി മാറുമെന്ന്.
ജന്മദിനം കഴിഞ്ഞ് 2 ദിവസം അനന്യയുടെ മനസ്സ് പതിയിലേറെ സന്തോഷത്തിലായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും അറിയാതെ അവൾ ആ ചെറിയ ബുക്ക് മാർക്ക് എടുത്തു നോക്കും. എന്താടി? മാളവിക കുസൃതിയോടെ ചോദിച്ചു. ഇതിപ്പോൾ ദിവസം 10 പ്രാവശ്യം നോക്കുന്നുണ്ടല്ലോ. അനന്യ പെട്ടെന്ന് അത് പുസ്തകത്തിനുള്ളിൽ വെച്ചു. അങ്ങനെയൊന്നുമില്ല, എന്നോട് അഭിനയിക്കണ്ട. രണ്ടുപേരും ചിരിച്ചു. അന്ന് ഉച്ചയ്ക്ക് ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ വരാന്തയിൽ ശ്യാമിനെ കണ്ടു. പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ശ്യാമിൻ്റെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തു. ശ്യാമും പുഞ്ചിരിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നുപോയി. അനന്യ അറിയാതെ അവിടെ തന്നെ നിന്നു. മുഖത്തെ ചിരി മങ്ങി. ആരായിരിക്കും അത്? അവൾ മനസ്സിൽ ചോദിച്ചു. വൈകുന്നേരം ക്യാൻറ്റീനിൽ. നീ ഇന്ന് എന്താ മിണ്ടാതിരിക്കുന്നത്? നിനക്കെന്തു പറ്റി? മാളവിക ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല. അല്ല, നിന്റെ മുഖം കണ്ടാലറിയാം, അനന്യ ഒടുവിൽ ചോദിച്ചു. നമ്മുടെ കോളേജിൽ ശ്യാമിൻ്റെ കൂടെ നടക്കാറുള്ള ഒരു പെൺകുട്ടിയില്ലേ? മാളവിക ഒന്ന് ആലോചിച്ചു. വെളുത്ത ചുരിദാർ ഇടാറുള്ള ചേച്ചിയാണോ? അതെ, അത് ദേവിക ചേച്ചിയാണ്. ആരാ അത്? ശ്യാമിൻ്റെ റിസർച്ച് ടീമിലുള്ള ആളാണ്. അനന്യ ഒന്നും പറഞ്ഞില്ല. മാളവിക പെട്ടെന്ന് ചിരിച്ചു. നീ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നത്? വെറുതെ അല്ല. അനന്യ വിഷയം മാറ്റി. വാ, ക്ലാസ്സിന് സമയമായി. അന്ന് വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ ശ്യാം പതിവ് പോലെ അവളെ കണ്ടു. അനന്യ! അവൾ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നിന്നു. അനന്യ! രണ്ടാമതും വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു. എന്താ? അവളുടെ ശബ്ദത്തിൽ പതിവിലെ സൗഹൃദമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഉറപ്പാണോ? അതെ. ശ്യാം കുറച്ചുനേരം അവളെ നോക്കി. നീ കള്ളം പറയുമ്പോൾ. അവൻ ചെറുതായി ചിരിച്ചു. കണ്ണുകൾ ആദ്യം പറഞ്ഞു തരും. അനന്യയ്ക്ക് മറുപടിയില്ലായിരുന്നു. അപ്പോഴേക്കും ബസ് വന്നു. അവൾ പെട്ടെന്ന് കയറി. ജനലരികിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി. ശ്യാം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവൻ അറിയില്ലായിരുന്നു അവൾ ചെയ്ത ഒരു തെറ്റുകൊണ്ടല്ല, പറയാതെ ബാക്കിയാക്കിയ ഒരു സത്യമാണ് അനന്യയുടെ മനസ്സിൽ ആദ്യത്തെ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചതെന്ന്. അതേസമയം ബസ്സിൻ്റെ ജനൽച്ചില്ലിൽ തല ചായ്ച്ച് അനന്യ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ചോദിച്ചു. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര വിഷമം? ആ ചോദ്യത്തിനുള്ള മറുപടി അവൾക്ക് ഇനിയും അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അനന്യ തീരുമാനിച്ചിരുന്നു, ഇന്ന് ശ്യാമിനോട് കുറച്ച് അകലം പാലിക്കണം. അവനെ കണ്ടാലും സംസാരിക്കില്ല, വെറുതെ ചിരിക്കുകയുമില്ല. പക്ഷേ ജീവിതത്തിന് ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ കേൾക്കുന്ന ശീലമുണ്ടാവില്ല. ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അനന്യ വരാന്തയിൽ നിന്നു. അല്പസമയത്തിനു ശേഷം ശ്യാമും അവിടെ എത്തി. അവൻ അവളെ നോക്കി. ഇന്നും ബസ് വരാൻ സമയമുണ്ട്. അനന്യ തലകുലുക്കി. വീണ്ടും നിശബ്ദത. അവൾ മനഃപൂർവ്വം ജനലിന് പുറത്തേക്ക് നോക്കി നിന്നു. ശ്യാം അത് ശ്രദ്ധിച്ചു. അനന്യ, എന്താ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒന്ന് പതറി. ഇല്ല. പിന്നെ? ഒന്നുമില്ല. ശ്യാം കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, നമ്മളോട് അടുപ്പമുള്ള ആളുകൾ പെട്ടെന്ന് മാറുമ്പോൾ കാരണമറിയാതെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അനന്യയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം. ശ്യാം! അത് ദേവികയായിരുന്നു. ആ ഫയൽ പ്രിൻസിപ്പലിന് കൊടുത്തു. നന്ദി. അനന്യ അവളെ നോക്കി. ദേവിക പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണ് അനന്യ അല്ലേ? ശ്യാം തലകുലുക്കി. അതെ. ദേവിക അവളുടെ നേരെ തിരിഞ്ഞു. നിന്നെക്കുറിച്ച് ശ്യാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അനന്യ അത്ഭുതപ്പെട്ടു. എന്നെക്കുറിച്ചോ? അതെ. അവൾ ചിരിച്ചു. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥിനിയാണെന്ന്, പഠിക്കാൻ ഇഷ്ടമാണെന്ന്, കുട്ടികളെ പഠിപ്പിക്കാൻ വന്നാൽ നന്നായിരിക്കുമെന്ന്. അനന്യ ശ്യാമിനെ നോക്കി. അവൻ ചെറുതായി ചിരിച്ചു. അത്രേ പറഞ്ഞിട്ടുള്ളൂ? ദേവിക വീണ്ടും പറഞ്ഞു, ഞാൻ ശ്യാമിൻ്റെ കസിനാണ്. ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ആ ഒരു വാചകം കേട്ടപ്പോൾ അനന്യയുടെ മനസ്സിലെ ഭാരം പെട്ടെന്ന് അലിഞ്ഞുപോയി. ദേവിക പോയതിനു ശേഷം രണ്ടുപേരും വീണ്ടും ഒറ്റയ്ക്കായി. ശ്യാം അവളെ നോക്കി. ഇപ്പോൾ പറയാമോ? ഇന്നലെ എന്തിനാണ് എന്നോട് മിണ്ടാതിരുന്നത്? അനന്യയ്ക്ക് നാണം വന്നു. ഞാൻ വാക്കുകൾ കിട്ടിയില്ല. ശ്യാം ചിരിച്ചു. ഓരോ തെറ്റിദ്ധാരണയും ഒരു ചോദ്യം ചോദിച്ചാൽ തീരുന്നതാണ്. അനന്യ പതുക്കെ തലകുലുക്കി. ക്ഷമിക്കണം. എന്തിന്? വെറുതെ ഓരോന്നും ചിന്തിച്ച്. ശ്യാം വരാന്തയ്ക്ക് പുറത്തേക്ക് നോക്കി. മഴ ഒട്ടുമിക്കവാറും നിന്നിരുന്നു. അനന്യ! രണ്ടാളുകൾ തമ്മിലുള്ള വിശ്വാസം, അത് ഉണ്ടാകാൻ വർഷങ്ങൾ വേണം. പക്ഷേ നഷ്ടപ്പെടാൻ. അവൻ വിരൽ ഞൊടിച്ചു. ഒരു നിമിഷം മതി. അനന്യ ആ വാക്കുകൾ മനസ്സിൽ കുറിച്ചു. അവൾ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു.
ഇനി കേട്ടറിഞ്ഞ് വിധി എഴുതില്ല. ആദ്യം ചോദിക്കും, പിന്നെ മനസ്സിലാക്കും. അന്ന് വൈകുന്നേരം ആദ്യമായി അവർ മഴയെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ സംസാരിച്ചില്ല. പരസ്പരം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചായിരുന്നു. അന്നാണ് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം യഥാർത്ഥത്തിൽ കുറയാൻ തുടങ്ങിയ ദിവസം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. കോളേജിന് ഉച്ചവരെ മാത്രം ക്ലാസ്. അനു, ഞാൻ ഇന്ന് നേരത്തെ പോകും, മാളവിക ബാഗ് എടുത്തുകൊണ്ട് പറഞ്ഞു. അച്ഛൻ വരും. ശരി മാളു. അനന്യ ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. പക്ഷേ അന്ന് ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് കാരണം ഒരു ബസ്സും വന്നില്ല. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വീട്ടുകാരെ വിളിക്കാൻ തുടങ്ങി. അനന്യ ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞത് അമ്മ. വിളിക്കാനായി വിരൽ നീങ്ങിയെങ്കിലും അവൾ പിൻവലിച്ചു. അമ്മ വിഷമിക്കും. അവൾ ഫോൺ തിരികെ ബാഗിലിട്ടു. ബസ് കിട്ടിയില്ലേ? പരിചിതമായ ശബ്ദം. ശ്യാം. ഇല്ല, ഇന്ന് സമരമാണ്. അനന്യ ഒന്ന് പുഞ്ചിരിച്ചു. അറിയാം. അപ്പോൾ എങ്ങനെ പോകും? ശ്യാം കുറച്ചു നേരം ആലോചിച്ചു. ഞാൻ ബൈക്കിലാണ് വന്നത്. വേണ്ട, അവൾ ഉടനെ പറഞ്ഞു. ഇല്ല, ശ്യാം ഇടയിൽ പറഞ്ഞു. ഒറ്റയ്ക്ക് വരൂ എന്നല്ല. അവൻ ഫോൺ എടുത്തു. അമ്മയെ വിളിക്കൂ. എന്തിന്? ഞാൻ സംസാരിക്കാം. അനന്യ അത്ഭുതത്തോടെ നോക്കി. അമ്മയോട്. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ നിന്നെ ഞാൻ കൊണ്ടുപോകൂ. അവൻ്റെ ശബ്ദം വളരെ സ്വാഭാവികമായിരുന്നു. ഒരു നിമിഷം അടിച്ചെങ്കിലും അനന്യ അമ്മയെ വിളിച്ചു. അമ്മേ. മോളെ, ബസ് കിട്ടിയോ? ഇല്ല. അപ്പോൾ മോൾ എങ്ങനെ വരും? അനന്യ പതുക്കെ പറഞ്ഞു. എൻ്റെ കോളേജിലെ ഒരു ചേട്ടൻ സംസാരിക്കും. അവൾ ഫോൺ ശ്യാമിന് നൽകി. നമസ്കാരം അമ്മേ. ശ്യാമിൻ്റെ ശബ്ദത്തിൽ ബഹുമാനം മാത്രമായിരുന്നു. ഞാൻ ശ്യാം, ഇവിടെ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. ഇന്ന് ബസ് സമരമാണ്. ബസ്സൊന്നും അതുകൊണ്ടില്ല. അനന്യയെ വീട്ടിലെത്തിച്ചാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അമ്മ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ശ്യാം ചിരിച്ചു. ശരി അമ്മേ, ഞങ്ങൾ ശ്രദ്ധയോടെ വരാം. അവൻ ഫോൺ അനന്യയ്ക്ക് തിരികെ നൽകി. അമ്മയോട് സംസാരിക്കൂ. മോളെ. അമ്മയുടെ ശബ്ദം. ശ്രദ്ധിച്ച് വരണം. ശരി അമ്മേ. ബൈക്ക് പതുക്കെ ഗ്രാമവഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. ശ്യാം വേഗം കൂട്ടിയില്ല. ഒരിടത്തും അനാവശ്യമായി സംസാരിച്ചില്ല. വഴിയിൽ ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ അവൻ ബൈക്ക് നിർത്തി. എന്തിനാ ഇവിടെ നിർത്തിയത്? അനന്യ ചോദിച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ തലവേദന വരാതിരിക്കാൻ എന്തെങ്കിലും കുടിക്കണമെന്ന്. അനന്യ ചിരിച്ചു. അമ്മ അതും പറഞ്ഞോ? ഇല്ല. ശ്യാം ചിരിച്ചു. അത് എൻ്റെ അമ്മ പറയാറുള്ളതാണ്. രണ്ടുപേരും ചായ കുടിച്ചു. പിന്നെ വീണ്ടും യാത്ര തുടർന്നു. വീട്ടിൻ്റെ മുന്നിൽ ബൈക്ക് നിന്നു. ചെറിയൊരു വീട്. മുറ്റത്ത് നിറയെ മുല്ലപ്പൂ ചെടികൾ. വാതിൽ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. മുഖത്ത് സ്നേഹമുള്ള പുഞ്ചിരി. അമ്മ. അനന്യ ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ചു. ശ്യാം ബൈക്കിൽ നിന്നിറങ്ങി. നമസ്കാരം. അമ്മ അടുത്തു വന്ന് പറഞ്ഞു. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. ശ്യാം പുഞ്ചിരിച്ചു. നന്ദി പറയേണ്ട കാര്യമില്ല അമ്മേ. ഇവൾ എൻ്റെ അനിയത്തെ പോലെയാണ്. ആ വാക്ക് കേട്ടപ്പോൾ അനന്യയുടെ അമ്മയുടെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു. അനന്യ മാത്രം നിശബ്ദമായി ശ്യാമിനെ നോക്കി. അവൾ ആദ്യമായി മനസ്സിലാക്കി, അവളെ നേടാൻ ശ്രമിക്കുന്ന ആളല്ല ശ്യാം, അവൾക്ക് സുരക്ഷിതത്വം നൽകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ തിരിച്ചറിവ് അവളുടെ ഹൃദയത്തിൽ ഒരു പുതിയ വികാരത്തിൻ്റെ വാതിൽ പതിയെ തുറന്നു. അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ അനന്യ പുസ്തകം തുറന്ന് പഠിക്കാനിരുന്നെങ്കിലും അവളുടെ മനസ്സ് ഇന്നലെയിലായിരുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു. മോളെ, മോളെ, ഒന്നിങ്ങോട്ട് വന്നേ. അനന്യ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ ചായ അരിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ കൊണ്ടുവിട്ട ആ പയ്യൻ ശ്യാം, അവൻ നല്ല കുട്ടിയാണല്ലോ. അനന്യ പുഞ്ചിരിച്ചു. അതെ, ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് അനുവാദം ചോദിക്കുന്ന കുട്ടികൾ കുറവാണ്. അനന്യ മിണ്ടിയില്ല. അമ്മ തുടർന്നു. ആ ബഹുമാനം എനിക്ക് ഇഷ്ടമായി. അനന്യയ്ക്ക് എന്തോ സന്തോഷം തോന്നി. അത് ശ്യാമിനെ ആരെങ്കിലും പ്രശംസിച്ചതുകൊണ്ടായിരുന്നില്ല. അമ്മയുടെ മനസ്സിലും അവന് ഒരു നല്ല സ്ഥാനം ലഭിച്ചതുകൊണ്ടായിരുന്നു. തിങ്കളാഴ്ച കോളേജിലെത്തിയ ഉടൻ അനന്യ ലൈബ്രറിയിലേക്ക് നടന്നു. ശ്യാം അവിടെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ അനന്യ ഒന്ന് മടിച്ചു. വീട്ടിലെത്തിയതിന് ശേഷം അമ്മ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. ശ്യാം ചിരിച്ചു. എന്നെക്കുറിച്ചോ? അതെ. എന്തു പറഞ്ഞു? ആ പയ്യൻ നല്ല കുട്ടിയാണെന്ന്. ശ്യാം ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ വലിയ പ്രശംസയാണ്. എന്തുകൊണ്ട്? അവൻ ജനലിന് പുറത്തേക്ക് നോക്കി. അമ്മമാരുടെ മനസ്സ് തെറ്റാറില്ല. ആ മറുപടി അനന്യയ്ക്ക് ഏറെ ഇഷ്ടമായി.
ഉച്ചയ്ക്ക് കോളേജിൽ രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും രജിസ്റ്റർ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. മാളവിക ശ്യാമിനെ നോക്കി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ രക്തം കൊടുക്കുന്നുണ്ടോ? അതെ. എല്ലാ വർഷവും കൊടുക്കുവോ? അനന്യ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടല്ലേ? അല്ല, ശ്യാം ചിരിച്ചു. ഇത് 5ാമത്തെ തവണയാണ്. ഭയമില്ലേ? സൂചിയെയോ? അതെ, ഉണ്ട്. പിന്നെങ്ങനാ? ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഓർക്കുമ്പോൾ ആ പേടി മാറും. അനന്യ അവനെ നോക്കി നിന്നു. അവൻ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ആളല്ല, ചെയ്യേണ്ടത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. വൈകുന്നേരം രക്തദാനത്തിന് ശേഷം ശ്യാം അല്പം ക്ഷീണിച്ചിരുന്നതായി അനന്യ ശ്രദ്ധിച്ചു. ക്യാൻറ്റീനിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങി അവൻ്റെ മുന്നിൽ വെച്ചു. ഇത് കുടിക്കൂ. ശ്യാം അത്ഭുതത്തോടെ നോക്കി. എനിക്കോ? അതെ, ഡോക്ടർ ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞല്ലോ. ശ്യാം ഗ്ലാസ് കയ്യിലെടുത്തു. ഒരു നിമിഷം അനന്യയെ നോക്കി. നന്ദി. അനന്യ പുഞ്ചിരിച്ചു. എപ്പോഴും നിങ്ങൾ മാത്രം സഹായിക്കണമെന്നില്ലല്ലോ. എനിക്കും ചിലപ്പോൾ നന്ദി പറയാൻ അവസരം വേണം. ശ്യാം ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ മാളവിക ദൂരത്തു നിന്ന് സ്വയം പറഞ്ഞു, ഇനി ഇവർ രണ്ടുപേരും പറയാൻ മാത്രം ബാക്കിയുണ്ട്. പക്ഷേ പ്രണയം ഇനിയും വാക്കുകളായി മാറിയിരുന്നില്ല. അത് ചെറിയ കരുതലുകളായി, നോട്ടങ്ങളായി, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്തുന്ന നിമിഷങ്ങളായി പതിയെ വളരുകയായിരുന്നു.